ഉപേന്ദ്ര, എന്റെ അച്ഛന്റെ നേരെ ഓങ്ങിയ നിന്റെ ഈ കയ്യ് ഇവിടെ വെട്ടിയിട്ട് പോകാനുള്ള കഴിവ് എനിക്കുണ്ടെന്ന് നിനക്കറിയാലോ. ഇല്ല, അത് മനസ്സിലാക്കിക്കൊണ്ട് അനുസരണോട് എന്റെ അച്ഛനോട് മാപ്പ് പറയടാ. ഇപ്പൊ ചെയ്തതിനും ചെയ്യിപ്പിച്ചതിനും ഒക്കെ ആ കാലെ പിടിച്ച് മാപ്പ് പറയണം. പന്നെ പറയടാ, അല്ലെങ്കിൽ നിന്നെ ഇവിടെ വെച്ച് തീർക്കും. പറയടാ. വിഷ്ണു, ഇനിയാണ് തല്ലരുത്. ഞാൻ എന്ത് വേണമെങ്കിലും പറയാം. ചേട്ടാ, ഞാൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതിന് മാപ്പ്. ഇനി ആവർത്തിക്കില്ല. ഇപ്പൊ നിനക്ക് ഒരച്ഛനേ ഉള്ളൂ, അത് ഞാനാ. ഇതിനി അവകാശം പറഞ്ഞ് ആരെങ്കിലും വന്നാ പലതും പലരെ എനിക്ക് അറിയിക്കേണ്ടി വരും. നിൽക്കടിയോടെ. ഒരിക്കലും നിങ്ങളെ ആരെയും ചതിക്കണമെന്ന് കരുതിയല്ല ഞാനന്ന് അങ്ങനെ ചെയ്തത്. അപ്പോഴത്തെ സാഹചര്യത്തിൽ ശ്യാമയുടെ ജീവിതം തകരാതിരിക്കാൻ, സത്യമ്മയുടെ സ്നേഹം അവൾക്ക് നഷ്ടപ്പെടാതിരിക്കാൻ, പിന്നെ നിങ്ങൾക്ക് രണ്ടുപേർക്ക് നല്ലൊരു ജീവിതം കിട്ടാൻ. വിഷ്ണുട്ടാ, ഇനിയെങ്കിലും മനസ്സിലാക്കുന്നെങ്കിൽ ഇവ മനസ്സിലാക്കട്ടെ. അച്ഛനെയും കൊണ്ട് നമുക്ക് പോ. ശ്യാമേ, പപ്പിമോളെ ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് വളർത്താനാ, അല്ലാതെ അവളെ തളർത്താനല്ല. കുഞ്ഞേച്ചി, അത് മനസ്സിലുണ്ടാവണം. ഇനി എന്റെ അച്ഛന്റെ നേരെ നിന്റെയൊക്കെ കൈ പൊന്തിന്ന് ഞാൻ അറിഞ്ഞ ചാവടി അടിയന്തരത്തിന് ചീട്ട് കുറിപ്പിക്കാൻ തന്ത്രിയെ കണ്ടോളാൻ പറഞ്ഞേക്കണം നിന്റെയൊക്കെ വീട്ടുകാരോട്. കേട്ടോ? പൊന്ന